ഭീമാശങ്കർ ജ്യോതിർലിംഗം മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്ത് സഹ്യാദ്രി നിരകളിൽ അഥവാ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സഹ്യാദ്രി നിരകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് ഭീമാശങ്കർ ജ്യോതിർലിംഗം. ഇന്ത്യയിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം ഭീമാ നദിയുടെ ഉത്ഭവസ്ഥാനം കൂടിയാണ്. ഏകദേശം 13-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രാഥമിക നിർമ്മാണം നടന്നത് എന്ന് കരുതപ്പെടുന്നു. പഴയതും പുതിയതുമായ നഗരശൈലിയിലുള്ള നിർമ്മാണ രീതിയാണ് ഇവിടെ കാണാൻ സാധിക്കുക. പിന്നീട് 18-ാം നൂറ്റാണ്ടിൽ മറാത്ത ഭരണാധികാരിയായ നാനാ ഫട്നാവിസ് ആണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരവും അസംബ്ലി ഹാളും അഥവാ സഭാമണ്ഡലവും കൂട്ടിച്ചേർത്തത്. മറാത്ത ചക്രവർത്തിയായിരുന്ന ഛത്രപതി ശിവജി മഹാരാജാവ് ഈ ക്ഷേത്രത്തിൻ്റെ പൂജാകർമ്മങ്ങൾക്കും മറ്റുമായി ധാരാളം സംഭാവന നൽകിയതായും ചരിത്രം പറയുന്നു. അതിമനോഹരമായ കൽക്കൊത്തു പണികൾ നിറഞ്ഞ തൂണുകളും വാതിലുകളുമാണ് ക്ഷേത്രത്തിനുള്ളത്. ഹേമത് പന്തി വാസ്തുവിദ്യാശൈലിയുടെ സ്വാധീനം ഈ ക്ഷേത്രത്തിൽ കാണാം. ക്ഷേത്രത്തിൻ്റെ ഗർഭഗൃഹം സാധാരണയിൽ നിന്നും അല്പം താഴെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ സ്വയംഭൂവായ ശിവലിംഗം നമുക്ക് ദർശിക്കാം. ക്ഷേത്രത്തിന് മുൻപിലായി വലിയ നന്ദി വിഗ്രഹവും ഒപ്പം ശനിദേവൻ്റെ ഒരു പുരാതന പ്രതിഷ്ഠയും ഉണ്ട്. പ്രശസ്തമായ ഭീമാശങ്കർ വന്യജീവി സങ്കേതത്തിന് നടുവിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. രാവണൻ്റെ സഹോദരനായ കുംഭകർണന് കർക്കടി എന്ന രാക്ഷസിയിലുണ്ടായ മകനായിരുന്നു ഭീമാസുരൻ. വിഷ്ണുവിൻ്റെ അവതാരമായ രാമനാണ് തൻ്റെ പിതാവിനെ കൊലപ്പെടുത്തിയത് എന്നറിഞ്ഞ ഭീമാസുരൻ അതിന് പ്രതികാരം ചെയ്യാനായി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് അപാരമായ ശക്തികൾ സ്വന്തമാക്കി. 3 ലോകങ്ങളെയും വിറപ്പിച്ച ഭീമാസുരൻ കാമരൂപേശ്വരൻ എന്ന കടുത്ത ശിവഭക്തനെ തടവിലാക്കി. ശിവന് പകരം തന്നെ ആരാധിക്കാൻ ഭീമാസുരൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല. കോപാകുലനായ ഭീമാസുരൻ തൻ്റെ വാളെടുത്ത് അദ്ദേഹം പൂജിച്ചിരുന്ന ശിവലിംഗം തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ പരമശിവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും യുദ്ധത്തിൽ അവനെ ഭസ്മമാക്കുകയും ചെയ്തു. തുടർന്ന് ദേവന്മാരുടെയും ഋഷിമാരുടെയും അപേക്ഷ പ്രകാരം പരമശിവൻ അവിടെ ഭീമാശങ്കർ ജ്യോതിർലിംഗമായി കുടികൊണ്ടു എന്നാണ് വിശ്വാസം. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് ത്രിപുരാസുരൻ എന്ന അസുരൻ്റെ നിഗ്രഹവുമായി ബന്ധപ്പെട്ടുള്ള ഒന്നാണ്. അതായത് ശിവനും പാർവതിയും അർദ്ധനാരീശ്വര രൂപത്തിൽ വന്ന് ത്രിപുരാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ക്ഷേത്രം നിലവിൽ വന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ദർശന സമയം സാധാരണയായി പുലർച്ചെ 4:30 മുതൽ രാത്രി 9:30 വരെയാണ്. പുലർച്ചെ 4:30 കർക്കിടക ആരാധനയോടെ ആണ് ചടങ്ങുകൾ തുടങ്ങുന്നത്. രാവിലെ 5 മണിക്ക് നിജരൂപ ദർശനവും വൈകിട്ട് 7:30 സന്ധ്യാരതിയും നടക്കാറുണ്ട്. വിശേഷ ദിവസങ്ങളിൽ അതായത് മഹാശിവരാത്രി അതുപോലെ ശ്രാവണ മാസങ്ങളിലൊക്കെ സമയത്തിനൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ സമയങ്ങളിലൊക്കെ തിരക്ക് കൂടുതലുണ്ടാവും. ക്ഷേത്രത്തിൽ കർശനമായ ഡ്രസ് കോഡ് നിർബന്ധമില്ല എങ്കിലും പരമ്പരാഗതമായ ഹൈന്ദവ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഉചിതം. എല്ലാവരും ക്ഷേത്രത്തിന് ധരിക്കേണ്ട മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പുരുഷന്മാർക്ക് മുണ്ടോ കുർത്തയോ അതുപോലെ മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരും. ഗർഭഗൃഹത്തിൽ ഷർട്ട് ഊരേണ്ടി വരുന്നതുണ്ട്. ഗർഭഗൃഹത്തിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ സ്ത്രീകൾക്ക് സാരിയോ ചുരിദാറോ പോലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് നല്ലത്. ക്ഷേത്രത്തിനുള്ളിൽ തുകൽ നിർമ്മിതമായ സാധനങ്ങൾ ഒഴിവാക്കണമെന്നും പറയാറുണ്ട്. ഇവിടെ വഴിപാടുകളൊക്കെയായി രുദ്രാഭിഷേകവും മഹാരുദ്രാഭിഷേകവും ലഘുരുദ്ര പൂജയും ബിൽവാർച്ചനയും മഹാമൃത്യുഞ്ജയ ജപവും ആരതിയും ഒക്കെ നടക്കാറുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ഭക്തർക്ക് വരിയിൽ നിന്ന് നേരിട്ട് ഗർഭഗൃഹത്തിൽ പ്രവേശിച്ച സ്വയംഭൂ ശിവലിംഗത്തിൽ തൊട്ട് വന്ദിക്കുവാനും ജലവും പൂക്കളും അർപ്പിക്കുവാനും അനുവാദമുണ്ട്. എങ്കിലും ഈ ശ്രാവണ മാസത്തിൽ ഈ തിരക്കുള്ള സമയങ്ങളിൽ അതുപോലെ തന്നെ മഹാശിവരാത്രി പോലുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ തിരക്ക് നിയന്ത്രിക്കുന്നതായി ഗർഭഗൃഹത്തിൻ്റെ അങ്ങോട്ടേക്ക് പ്രവേശനം അനുവദിക്കാറുമില്ല. പ്രത്യേക പൂജകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ക്ഷേത്രത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ പൂജകളൊക്കെ സാധ്യമാവുന്നതാണ്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം എന്ന് പറയുന്നത് പൂനെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അവിടെ നിന്ന് ഏകദേശം 105 കിലോമീറ്റർ ദൂരമാണുള്ളത്. ട്രെയിൻ വഴിയാണെങ്കിൽ അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനും പൂന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. 111 കിലോമീറ്ററാണുള്ളത്. മുംബൈയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ കല്യാൺ ജംഗ്ഷനുമാണ് കുറച്ചുകൂടി അടുത്തുള്ളത്.